സഹല മച്ചന്മാരെ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഫ്രീ ഫയറിനകത്ത് പുതിയതായിട്ട് വരുന്ന ഒരു ഈവൻറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഈവൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയമണ്ട് വാരി എടുക്കാൻ പറ്റുന്നൊരു പരിപാടികളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ഫുള്ളായിട്ട് ഇന്ന് വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഈവൻറ്റ് എന്ന് വരും ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളെ അധികം പറഞ്ഞു വീഡിയോ കുളവാക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. തോൽക്കുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്നതാണ് ഞാൻ തോൽവി എന്നല്ലേ തുടങ്ങുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ തളർന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡയമണ്ട് ഒപ്പിക്കാൻ പറ്റുന്ന പരിപാടി ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പരിപാടിയാണ് ഗൈസ്. അതായത് നമുക്ക് ബുയാൻ്റെ അനുബന്ധിച്ച് നമുക്കിങ്ങനെ ഒരു പ്ലാൻ ചെയ്യാനായിട്ട് മിക്ക ഈവൻറ്റുകളിലും മിക്ക കൊളാബറേഷനിലും വരുന്ന ഒരു ഈവൻറ്റ് തന്നെയാണ് ഇതിലൂടെ. അതായത് ഒരു സാധനം പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു ഡയമണ്ടോ അത് കാശൊക്കെ നേടാൻ പറ്റുന്നൊരു പരിപാടി തന്നെയാണ് ഗൈസ്. അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് നൈസായിട്ട് ഡയമണ്ട്സ് വാരാന്നാണ്. അതായത് നമുക്ക് 10 പൈസ ഒന്നും ഇച്ചിരി കഷ്ടപ്പെടാൻ മാത്രം മതി ഗൈസ്, നമുക്ക് ഡയമണ്ട് വാരി എടുക്കാൻ പറ്റുന്നൊരു പരിപാടി തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗരേണക്കാരുടെ ഓരോ പരിപാടികളുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ സെർവർ മാത്രം ഒറ്റും അത് വെച്ചാൽ ഭയങ്കര ടോപ്പപ്പ് ചെയ്തിട്ട് പൈസ നമുക്ക് മുടക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ എടുക്കാം. പക്ഷേ നമ്മൾ വേറെ സെർവർ നോക്കുവാണെങ്കിൽ നൈസായിട്ട് അവർക്ക് ഒട്ടും തന്നെ ടോപ്പപ്പ് ചെയ്യാതെ ഫ്രീ ആയിട്ട് ഒരു സെർവറിൽ ഇപ്പം 1000 ഡയമണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ പോയ സംഭവങ്ങളാണ്. അതായത് 1000 ഡയമണ്ട് ഈ ഇടയ്ക്കെങ്ങാണ്ട് നമ്മുടെ ഗണനക്കാർ ഒരു സെർവറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ വെറും റിവാർഡുകൾ മാത്രം, അതും ഒരു പേഡ് സ്കിൻസൊക്കെയാണ് നമ്മുടെ ഫ്രീ ഫയറിനകത്ത് ഇപ്പം നമ്മുടെ ഗരണക്കാർ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു സെർവർ നോക്കുവാണെങ്കിൽ കട്ട ലെജൻഡറി ഐറ്റംസ് ആണ്. ഇപ്പോൾ ഒരു മാജിക് ക്യൂബ് എന്ത് വേണമെങ്കിലും നോക്കുവാണെങ്കിൽ അവിടെ ഉള്ളതെല്ലാം ലെജൻഡറി ഐറ്റങ്ങളാണ്. മാത്രമല്ല എല്ലാം നല്ല ഐറ്റങ്ങളല്ലാതെ പോലെ എല്ലാ ഓരോ ഈവൻറ്റ് വരുന്ന സമയത്തും അവർക്ക് നൈസായിട്ട് ആ ലക്കടിക്കുക. അതായത് പെട്ടെന്ന് തന്നെ അടിക്കും. നമ്മുടെ ഇന്ത്യൻ സെർവർ നോക്കുവാണെങ്കിൽ കുറേ ഡയമണ്ട്സ് ആയിട്ട് മുടക്കിയാലും ഇപ്പോൾ ഒരു ഡയമണ്ട് റോയിൽ നോക്കുവാണെങ്കിൽ ആ ഡയമണ്ട് റോയിൽ പോലും അടിക്കത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് ഉറപ്പായിട്ടും വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് അടിച്ച് പോലും കുറേ കാര്യങ്ങളോട് പറയാനുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഡയമണ്ട്സ് വാരാൻ പറ്റുന്ന പരിപാടികളും കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അപ്പോൾ ഈ കാര്യം എന്തെന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്കാം. അതായത് ഇപ്പോൾ കുറേ ലിങ്കുകൾ നമ്മുടെ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരാറുണ്ട്. അതായത് ഓരോ നിങ്ങൾക്ക് ഇത്രയും ഡയമണ്ട്സ് കിട്ടും എന്ന് പറയുന്നൊരു ലിങ്ക് വരാറുണ്ട്. അപ്പം ഈ ലിങ്ക് പിടിച്ച് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ കുറേ കൂട്ടുകാർ അതൊക്കെ അടിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബാനായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീ ഫയർ കയറുകയാണ് ഉറപ്പായിട്ടും കാണിക്കും. അപ്പം ഇങ്ങനത്തെ ചില മണ്ടത്തരങ്ങളിൽ വീഴാതിരിക്കുക. അതായത് കുറച്ച് സൈറ്റുകളൊക്കെ കാണും. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ആ വീഡിയോ ഞാൻ ചെയ്തിരുന്നപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അത് സൈറ്റല്ല, പക്ഷേ അത് അങ്ങനെ ബാൻ കിട്ടുന്ന സൈറ്റല്ലെന്ന് പറയുന്നത്. അപ്പം ഇത് ഇങ്ങനത്തെ നിങ്ങൾ സൈറ്റുകൾ നോക്കുവാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് കൊടുക്കാതിരിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അക്കൗണ്ട് ഉറപ്പായിട്ടും ബാനാകുന്ന പരിപാടികളാണ്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും വല്ല ലിങ്ക് വരുവാണെങ്കിൽ അതങ്ങ് ഒഴിവാക്കി ഇട്ടേക്കുക. ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഇമെയിലിന് പാസ്വേഡും അവിടെ അടിച്ചു കൊടുക്കാൻ പാടില്ല. അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ അക്കൗണ്ട് ബാനാവും. അപ്പോൾ ഈ വന്നത് നമ്മൾ വേറെ ടോപ്പിക്കിലോട്ട് പോയി. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് നടക്കാം. അപ്പോൾ ഈ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിനകത്ത് പുതിയതായിട്ട് വരുന്നൊരു ഈവൻ്റാണ്. അതായത് ഈ ഈവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിന് 100 ഡയമണ്ട്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു ഈവൻ്റാണ് ഗൈസ്. ഇത് കൊടുക്കുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരു ഈവൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ നമ്മുടെ ഇന്ത്യൻ സെർവർ ഇട്ട് ഊറ്റുവാണ് നമ്മുടെ ഗരേണക്കാരെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. ഞാൻ സത്യമാണെന്ന് ഉദ്ദേശിച്ചത് അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സെർവർ 1000 ഡയമണ്ട്സ് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അപ്പം ഇത് സത്യമാണ് ഗൈസ്. ഇപ്പോൾ 1000 ഡയമണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സെർവർ 100 ഡയമണ്ട്സ് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അറിയത്തില്ലെന്നല്ല, ചിലപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. അതായത് കുറേ നാളുകൾക്ക് ശേഷം, അതായത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ ഈവൻറ്റ് നമ്മുടെ ഇന്ത്യൻ സെർവറിലോട്ട് വരാനുണ്ട്. അപ്പോൾ അതായത് ചെറിയ മിഷ്യൻസ് കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡോഗിനായിട്ടോ വല്ലോ നമുക്ക് 100 ഡയമണ്ട്സ് ഉറപ്പായിട്ടും കിട്ടും. 100 ഡയമണ്ട്സ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഗൈസ്. അപ്പം ഇത് കൺഫേംഡ് ആയിട്ടുള്ള ഈവൻ്റ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഈവൻറ്റ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കാതെ കൂട്ടുകാർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കണം, ബെല്ലൈക്കൺ ഓൺ ആക്കാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ മാക്സിമം ഷെയർ ചെയ്യട്ടോ, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ പുതിയൊരു കിടക്കാച്ച വീഡിയോ എന്നിരിക്കും എല്ലാ മച്ചാന്മാർക്കും. ബൈ.